ക്രിസ്തുവേശുവിൽ എല്ലാ ശ്രോതാക്കൾക്കും സ്നേഹവന്ദനം. നമ്മുടെ ഇന്നത്തെ ധ്യാനത്തിനായി യിരെമ്യാവിന്റെ പ്രവചനം 50-ാം അധ്യായം 31-ാം വാക്യം വായിക്കുന്നു. അഹങ്കാരിയെ, ഞാൻ നിനക്കെതിരായിരിക്കുന്നു എന്ന് സൈന്യങ്ങളുടെ യഹോവയായ ദൈവം അരുളിച്ചെയ്യുന്നു. നിന്റെ നാൾ, ഞാൻ നിന്നെ സന്ദർശിക്കുന്ന കാലം വന്നിരിക്കുന്നു. പ്രിയമുള്ളവരെ, അത്യുന്നതനായ ദൈവം നൽകുന്ന അനവരതങ്ങളായ അനുഗ്രഹങ്ങളാൽ മനുഷ്യൻ അഭിവൃദ്ധിയിലേക്ക് കുതിച്ചു കയറുമ്പോൾ അവൻ നേടിയ സൗഭാഗ്യങ്ങളെല്ലാം തന്റെ കഴിവുകൊണ്ടാണെന്നുള്ള അഹങ്കാരം അവനിൽ അങ്കുരിക്കുകയായി. ധനവും പ്രതാപവും വർദ്ധിക്കുന്തോറും സമ്പത്തുകൊണ്ട് എന്തും നേടിയെടുക്കാമെന്നുള്ള നിഗളം അവനെ കീഴടക്കുന്നു. കുപ്പയിൽ നിന്ന് തന്നെ ഉയർത്തിയ ദൈവത്തെക്കുറിച്ച് ചിന്തിക്കുവാൻ പോലും അവന് കഴിയാറില്ല. പ്രിയപ്പെട്ട ഭാര്യയുടെ സ്നേഹം നിറഞ്ഞ അഭിപ്രായങ്ങൾ അവന് പുച്ഛമാണ്. ആത്മീയമായ ഉപദേശങ്ങൾ അവന് വെറുപ്പാണ്. ഇല്ലായ്മയുടെ കാലങ്ങളിൽ തന്നോടൊപ്പം ഉണ്ടായിരുന്നവരോട് ഒരു നല്ല വാക്ക് പറയുവാൻ അവന് സമയമില്ല. അവന്റെ ലോകത്തിൽ അവൻ മാത്രം, അവനേക്കാൾ ഉപരിയായി മറ്റാരുമില്ലെന്ന അഹങ്കാര ചിന്ത അവനിൽ അങ്കുരിക്കുന്നു. ദൈവത്തിൽ നിന്ന് മനുഷ്യനെ അകറ്റിക്കളയുവാൻ മനുഷ്യനെ ഈ പാപത്തിലേക്ക് നയിക്കുന്നത് സാത്താനാണ്. എന്തെന്നാൽ ദൈവം വെറുക്കുന്ന പാപമാണ് നിഗളം. യഹോവയാം ദൈവമാണ് തന്റെ പ്രമോദമായ യെരൂശലേം ദൈവാലയം ചുട്ടുകരിച്ച് പട്ടണത്തിന്റെ മതിലുകൾ തകർത്ത് തന്റെ ജനത്തെ അടിമകളാക്കുവാൻ അവകാശം നൽകിയതെന്ന് മറന്ന നെബൂഖദ്നേസർ ദൈവജനത്തെ ക്രൂരമായി പീഡിപ്പിച്ച് അടിമവേല ചെയ്യിച്ച് ബാബിലോണിനെ പ്രാചീന ലോകത്തിലെ ഏറ്റവും മനോഹരവും സുരക്ഷിതവുമായ പട്ടണമാക്കി. പേരും പെരുമയും പ്രതാപവും വർദ്ധിച്ചപ്പോൾ ആർക്കും തങ്ങളെ കീഴടക്കുവാൻ കഴിയുകയില്ലെന്ന് അഹങ്കരിച്ച ബാബിലോണിനോട് യഹോവയാം ദൈവം, അഹങ്കാരിയെ, ഞാൻ നിനക്കെതിരായിരിക്കുന്നു എന്ന് അരുളിച്ചെയ്ത് ബാബിലോൺ സാമ്രാജ്യത്തെ തകർത്തുകളഞ്ഞു. സഹോദരാ, സഹോദരി, ദൈവം തന്ന അനുഗ്രഹങ്ങളാൽ മുന്നേറുന്ന നിന്നിൽ അഹങ്കാരമുണ്ടോ? അഹങ്കാരമുണ്ടെന്ന് നീ സമ്മതിക്കുകയില്ലായിരിക്കാം. പക്ഷേ മറ്റുള്ളവരെ അംഗീകരിക്കുവാനോ ആദരിക്കുവാനോ സ്നേഹിക്കുവാനോ കഴിയാതെ വരുമ്പോൾ, നിന്റെ ബുദ്ധി കൊണ്ട് നീ എല്ലാം വെട്ടിപ്പിടിച്ചതാണെന്ന് പ്രഖ്യാപിക്കുമ്പോൾ, കണ്ണുനീരോടെ പ്രാർത്ഥിക്കുവാൻ കഴിയാതെ വരുമ്പോൾ നീ ഒരു അഹങ്കാരിയായി മാറിയിരിക്കുന്നുവെന്ന് മനസ്സിലാക്കുമോ?